ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. രാവിലെ ചായ വെച്ച് തന്നെ തുടങ്ങിട്ടോ. ഇന്നേ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നിപ്പോൾ രാവിലെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അപ്പം ചായക്ക് വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ വെള്ളം തിളച്ചപ്പം ഞാനൊരു കപ്പ് വെള്ളം എടുത്ത് മാറ്റി നമുക്കുള്ള ഗ്രീൻ ടീ റെഡിയാക്കാൻ വേണ്ടി ഇലയൊക്കെ മൂടി വെച്ചു കേട്ടോ. ഇനിയിപ്പം എന്താ രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചാൽ നല്ല കപ്പ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ ഇങ്ങനെ നമുക്ക് കഷ്ണമാക്കി അത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. നമുക്ക് കപ്പ വേകുമ്പോഴത്തേനും കപ്പയ്ക്കുള്ള ഉള്ളിച്ചമ്മന്തി റെഡിയാക്കാം. ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയാകുമ്പോൾ വെളുത്തുള്ളി വേണം. കപ്പ വെന്ത് വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ കലത്തിൽ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. കപ്പ നല്ല സൂപ്പറായിട്ട് വെന്ത കപ്പ കിട്ടും. നല്ല അടിപൊളിയായിട്ട് കപ്പ വെന്ത് കിട്ടി. നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പയും ചമ്മന്തി, കാന്താരി ആയിരുന്നു വേണ്ടത്, പക്ഷേ ഈ മഴക്കാലമായതുകൊണ്ട് കാന്താരി എങ്ങൊന്നും കിട്ടാനില്ല. നമുക്ക് മധുരമിടാത്ത കട്ടൻ ചായ ഉണ്ട് കേട്ടോ. കപ്പയും ഉള്ളിച്ചമ്മന്തി കട്ടൻ ചായയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ നമ്മുടേത്. അപ്പം കാപ്പി കൂടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കഞ്ഞിക്ക് വെച്ച വെള്ളമൊക്കെ ചൂടായി. നമുക്കിനി അതിലോട്ട് ആവശ്യത്തിനുള്ള അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ പോയി ജനലൊക്കെ തുറന്നു. രാവിലെ ആയതുകൊണ്ട് റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ. ഈ സമയത്ത് സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് ടോറസൊക്കെ പോകാൻ തുടങ്ങി. എനിക്ക് രാവിലെ 2-3 ഗുളിക കഴിക്കാനുണ്ടായിരുന്നു, ഞാനത് കഴിച്ചു. പിന്നെ മുൻവശത്തെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിൻവശം ഇതിനേക്കാളും കഷ്ടമാണ് കേട്ടോ. പിന്നെ മുറ്റം അടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. നമ്മുടെ ഒരു ചെടിച്ചട്ടി ഒഴിവായിരിക്കണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഒരു തൈ എടുത്ത് നട്ടുവെച്ചു. ഇത് പനിക്കൂർക്ക അധികം സ്ഥലത്തൊന്നും കാണാനും കിട്ടാനുമില്ല. അപ്പം ഞാനിങ്ങനെ ഓരോ തൈ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിതിന് മുന്നേ നട്ടു വെച്ചതാണേ. ഇതിൽ ഇടയ്ക്ക് എന്തോ ഒരു പ്രാണിയോ പുഴുവോ എന്തോ വന്ന് കയറിയിട്ട് ഇതിൻ്റെ ഇലയെല്ലാം അത് തിന്ന് നശിപ്പിക്കും. എന്നിട്ടതിപ്പോൾ വീണ്ടും പിടിച്ച് വന്നതാണ് കേട്ടോ. ഒരു നല്ലൊരു പനിക്കൂർക്കയാണ് കേട്ടോ. ഈ സൈഡിലിങ്ങനെ വെള്ള ബോർഡറൊക്കെ ആയിട്ട്. എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് നശിച്ചു പോയിട്ട് ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് കണ്ടപ്പം കുറച്ച് തൈ പറിച്ചുകൊണ്ട് വന്ന് നട്ടു വെച്ച് പിടിപ്പിക്കണ കേട്ടോ. ഇതുണ്ടോ, ഇത് മുമ്പ് ഇല ഒന്ന് എന്തോ ഒരു പ്രാണി വന്ന് ഇല കഴിച്ചിട്ട് പോയതാണ്. ഞാൻ ഇന്നും ഒരു തൈ അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോസ ചെടിയിലൊക്കെ പുതിയ തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഈ ചെടികളുടെ ഒക്കെ ചുട്ടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിനകത്ത് ചെടി പുല്ലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞു. എല്ലാ റോസയിലും തന്നെ പുതിയ മുള വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബോൾസത്തിൻ്റെ തൈയാണ് കേട്ടോ. ഈ മുറ്റത്ത് ഇഷ്ടംപോലെ ബോൾസത്തിൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല നോക്കി പറഞ്ഞാൽ ഞാൻ പറിച്ച് മാറ്റി വെച്ചതാണ്. പൂവുണ്ടായി കഴിയുമ്പോൾ പറയാം എന്താ കളറൊന്നും. പിന്നെ ഞാനെന്നാൽ മിറ്റം അടിച്ചേക്കാന്നൊക്കെ ഓർത്ത് ചൂലൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോഴത്തേനും വെയിലൊക്കെ പോയിട്ടോ. അങ്ങനെ മിറ്റം അടിക്കാൻ തുടങ്ങിയേ. മുറ്റത്ത് നിറയെ റബ്ബറിൻ്റെ ഇല ചാടി കിടക്കുകയാണ് കേട്ടോ. നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇതാണെങ്കിൽ അടിച്ചാലും നീങ്ങത്തും ഇല്ല. അപ്പം എന്താ അടുത്ത വീട്ടിലെ ചേച്ചി അവിടെ മഴ വരാൻ പോകുന്നതുകൊണ്ട് തുണി എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. എന്നോട് മഴ പെയ്യോ എന്താണെന്നൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ചേച്ചി അങ്ങോട്ട് തുണി എടുക്കാനായിട്ട് പോയി. ഞാൻ വീണ്ടും മുറ്റം അടിക്കാൻ തുടങ്ങി. മുറ്റം അടിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അതിന് മുന്നേ നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ടായിരുന്നേ. എന്തായാലും അടിക്കാൻ പറ്റുന്നത്ര അടിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തുകൊണ്ടോ നല്ലോണം മഴക്കാറ് കയറിയേ. ഞാൻ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ടുമില്ല. മഴ ഇപ്പം തന്നെ പെയ്യും, ചാറി തുടങ്ങിയിട്ടുണ്ടേ. ഞാൻ തൽക്കാലം മുറ്റമടി നിർത്താമെന്ന് വെച്ചു. കാരണം കാറ്റുമുണ്ട്. കാറ്റത്ത് ഞാൻ അങ്ങോട്ട് അടിക്കുന്ന ഇല വീണ്ടും അടിച്ചെടുത്തേക്ക് തന്നെ പറന്നു പോവാം. ഞാൻ ചൂലൊക്കെ വെച്ച് കയറി. നല്ല പേരും മഴ കാരണം പെയ്ത് കേട്ടോ. ഒരൊറ്റ
ഒറ്റ പെയ്ത്ത് ഇതേ ഞാൻ അടിച്ച് പകുതിയാക്കി ഇതൊക്കെ അവിടെ തന്നെ കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും മഴയല്ലേ, മിറ്റടി നടക്കില്ല, അടുത്ത പണിക്ക് പോവാം. അപ്പം മഴ പെയ്ത കാരണം എന്തായാലും കറി വയ്ക്കാമെന്ന് കരുതി കുറച്ച് കഴിഞ്ഞ ആഴ്ച മേടിച്ച പച്ചപ്പയറാണ് കേട്ടോ. ഇപ്പോഴാണ് അതെടുത്ത് നമ്മൾ കറിയാക്കുന്നത്. ഇത് തോരൻ വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. തോരനകത്ത് ഞാനൊരു എളുപ്പപ്പണി കാണിച്ചതാണ്. ഇത് ഇന്നലത്തെ പപ്പായ തോരനാണ്. അത് കുറച്ചേ ഉള്ളൂ. അത് ചൂടാക്കി കോരി മാറ്റണ്ടല്ലോ എന്ന് കരുതി അതങ്ങോട്ട് ചൂടാക്കിയിട്ട് അതിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ പയറും കൂടി അതിലിട്ട് രണ്ടും കൂടി അങ്ങോട്ട് മിക്സാക്കി കേട്ടോ. അത് കോരി മാറ്റിയിട്ട് വീണ്ടും പാത്രം കഴുകാനൊക്കെ പോകണം, ഭയങ്കര പാട്. അപ്പം നമ്മൾ രണ്ടും കൂടി ഒറ്റ തോരനാക്കി മാറ്റി. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ആരോടും പറയണ്ട കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പയറിനകത്തോട്ട് തേങ്ങയും ഉപ്പൊക്കെ ഇട്ട് ഇതൊരു തോരനാക്കി. ഇന്നത്തെ കറി പയർ തോരനാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഇതാ വീണ്ടും വെയിൽ തെളിഞ്ഞു കേട്ടോ. ആ അലച്ച് കെട്ടി മഴ പെയ്തതെന്ന് കണ്ടാൽ പറയില്ല. ഞാൻ പിന്നെ നല്ല വെയിലിന് നല്ല ചൂടായതുകൊണ്ട് ഇന്നലെ അലക്കിയ തുണിയൊക്കെ കുറച്ചുകൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. എല്ലാം എടുത്ത് വെയിലത്തിട്ടേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മിറ്റം അടിക്കാൻ ഇറങ്ങി. നമ്മൾ ആദ്യം അടിച്ചിട്ട് പോയിടത്തൊക്കെ വീണ്ടും ഇല വന്നു. ഇനി മിറ്റമൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കാം. വെറുതെ അടിക്കണത് അടുത്ത മഴയത്ത് വീണ്ടും ഇലയാകും കേട്ടോ. ഇതുണ്ടോ, ആദ്യം അടിച്ച ഭാഗമാണ്. അങ്ങനെ ഞാൻ വീണ്ടും മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒറ്റ ഇല പോലും ഇല്ലാതെ മുറ്റം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, അടുത്ത മഴയ്ക്ക് കാണാവേ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, നമ്മൾ ഇനിയിപ്പം മേശയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിടാം. അങ്ങനെ രാവിലത്തെ മുളക് ചമ്മന്തി ആണ് കേട്ടോ മൂടി വെച്ചേക്കുന്നത്. അങ്ങനെ മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ തയ്യൽ മെഷീനിലൊക്കെ പൊടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് തുടച്ചു. അപ്പം കുറച്ച് ദിവസമായി ഇത് എടുത്തിട്ട്. അപ്പം അങ്ങനെ തയ്യൽ മെഷീനും ഒക്കെ തുടച്ചു അവിടെ മൂടിയിട്ട് വെച്ചു. പൊടി കയറാതിരിക്കാൻ വേണ്ടി മൂടി വെച്ചു. ഇനി ഇത് നമുക്ക് തറയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. വലിയ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല, പക്ഷേ എപ്പോഴും ഈ കാലിൽ പൊടിയൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈർച്ചയാണേ. അതുകൊണ്ട് ഞാൻ മിനിറ്റിന് വെച്ച് ഈ തറയടിക്കും. എനിക്ക് കാലിൽ പൊടി പറ്റുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അങ്ങനെ ഞാൻ തറയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. എനിക്ക് ജലദോഷം പിടിച്ചു കൂട്ടുകാരെ, അതുകൊണ്ട് തൊണ്ടയിലൊക്കെ കിച്ചൊക്കെയാണ്. എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കാം, മൂക്കടപ്പും ജലദോഷമൊക്കെ. അതുകൊണ്ട് സൗണ്ട് ഒരു സുഖമില്ല എൻ്റെ. പിന്നെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ടു. ചോറൊക്കെ ഞാൻ അളവ് കുറച്ചു കേട്ടോ. ചോറില്ലാതെ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അളവ് കുറച്ചു. ചോറും പയറ് തോരനും നാരങ്ങാച്ചാറും ഉണ്ടേ. അങ്ങനെ ചോറൊക്കെ കൊണ്ടു. ചോറുണ്ട് കഴിഞ്ഞിട്ട് നല്ല വെയിലായിരുന്നു. അപ്പം ഇന്നലത്തെ തുണിയെല്ലാം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ തുണിയൊക്കെ ഉണങ്ങിയ തുണിയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി എന്തെല്ലാം മടക്കി നമുക്ക് അലമാരിയിൽ വെക്കണം. അങ്ങനെ ഞാൻ തുണിയൊക്കെ ഇവിടെ മടക്കി. ഒന്നും നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നലെ ഉണങ്ങിയായിരുന്നു, പക്ഷേ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പിൽ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നല്ല വെയിലത്തിട്ടൊന്ന് ഒന്നുകൂടെ ഉണക്കി എല്ലാം മടക്കി അലമാരിയിൽ വയ്ക്കണം. ഇനി അങ്ങനെ ഞാൻ തുണിയെല്ലാം മടക്കി അലമാരിയിൽ വെച്ചു. അത് ചൂടോടെ തന്നെ മടക്കി അലമാരിയിൽ വെച്ചു, അടച്ചു. പിന്നെ കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കഥാവിശേഷമാണെന്ന് തോന്നുന്നു സിനിമ. അങ്ങനെ സിനിമയൊന്നും കാണാറില്ല, പിന്നെ നേരം പോകാൻ വേണ്ടി വെറുതെ നോക്കിയിരുന്നു. പിന്നെന്താ, വൈകുന്നേരം ആയപ്പം ചായ കുടിച്ചു. 4 മണിയായപ്പം. ഇതിനിടയ്ക്ക് ഞാൻ പോയി കുളിച്ചായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചായ കുടിക്കുന്നത്. രാവിലത്തെ കപ്പയുടെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ചമ്മന്തിയും ബാക്കിയുണ്ട്. അപ്പോൾ ആ കപ്പ വൈകുന്നേരത്തേക്ക് ചായക്ക് എടുത്തു കേട്ടോ.
ഞാൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേനും എല്ലാം സെറ്റായി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് 4 മണിക്കത്തെ കാപ്പിയൊക്കെ കുടിച്ചു. നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ. നല്ല പുട്ടുപോലെ വേണ കപ്പയാണ്. ഇനി ഇരിക്കുന്നുണ്ട്, ഞാൻ ഒരു കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. കപ്പ കഴിച്ചാൽ ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമായതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ബാക്കി നാളെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ കപ്പയും ചായയൊക്കെ കുടിച്ചു. വൈകിട്ടത്തെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന പതിവാണ്. ചായ കുടിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ നമുക്കിന്ന് മീൻ വന്നു കേട്ടോ. മീൻ വണ്ടി വന്നു. പോയിട്ട് മീൻ എന്താണെന്ന് നോക്കാം, കുറച്ച് മീൻ മേടിക്കാം. അങ്ങനെ ഞാൻ മീൻ മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഇന്നിപ്പോൾ അവിടെ വണ്ടി നിർത്തി. പിന്നെ അവിടെ നിർത്തിയ സ്ഥിതിക്ക് ഇനി ഇവിടെ കൂടെ കൊണ്ട് നിർത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിന്ന് അങ്ങോട്ട് പോയി കേട്ടോ. എന്താ ചാളയും പിന്നെ ചൂരയും പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പേരറിയാത്ത മീനും അതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മീനൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. മീൻ വണ്ടിയും പോയി കേട്ടോ. നമ്മൾ ചാളയാണ് വാങ്ങിയത്. ചാളയ്ക്കൊക്കെ അന്യായ വിലയായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ചാളയെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എടുക്കുന്നില്ല, അടുത്ത ദിവസത്തേക്ക് എടുക്കാം. ഞാൻ അതേപോലെ തന്നെ കൂടിലാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. അങ്ങനെ സന്ധ്യയായി. നമ്മൾ അകത്തെ ഇറയത്തെ ഒക്കെ ലൈറ്റൊക്കെ ഇട്ടു. വഴിയിലുള്ള പോസ്റ്റിലൊക്കെ ലൈറ്റൊക്കെ ആയിട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.